PPE കിറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിനെതിരെ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നും റിപ്പോർട്ട് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെന്നും തോമസ് ഐസക് ചോദിച്ചു. കോവിഡ് കാലത്ത് നടന്ന തീവെട്ടിക്കൊള്ളയാണ് PPE കിറ്റ് പർച്ചേസ് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. PPE കിറ്റ് വാങ്ങാൻ കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയുടെ കത്ത് പ്രതിപക്ഷം പുറത്തുവിട്ടു. കോവിഡ് കാലത്തെ സാമ്പത്തിക ഇടപാടുകളിൽ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണോ എന്ന് BJP നേതാവ് V മുരളീധരൻ ചോദിച്ചു. കോവിഡ് കാലത്ത് ഉയർന്ന വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന് 10 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് CAGയുടെ കണ്ടെത്തൽ. CAG റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ PPE കിറ്റ് അഴിമതി ആരോപണവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവ ചർച്ചാ വിഷയമാകുകയാണ്. PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേട് നടന്നെന്ന CAG റിപ്പോർട്ടിനെ തള്ളുന്നു മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നും കേരളത്തിനെതിരായ കുരിശ് യുദ്ധത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ടെന്നും TM തോമസ് ഐസക്. CAG രാഷ്ട്രീയം ഏത് രാഷ്ട്രീയമാണ്, ഏത് സ്ഥാപനമാണ് BJP-ക്കാർ ഈ രീതിയിൽ നശിപ്പിക്കാതുള്ളത്? അതുകൊണ്ട് CAG കേരളത്തിനെതിരായിട്ടുള്ള കുരിശ് യുദ്ധത്തിന്റെ ഭാഗമാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ ഉന്നയിച്ച ആരോപണമാണിതെന്നും കോവിഡ് കാലത്തു നടന്ന തീവെട്ടിക്കൊള്ളയാണ് PPE കിറ്റ് പർച്ചേസ് എന്നും രമേശ് ചെന്നിത്തല. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്ന് ഇത് ഉന്നയിച്ചതാണ്. 450 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിറ്റ് 10,000 എണ്ണം വാങ്ങിയ ശേഷം നിങ്ങൾ നിർത്തലാക്കി 1,500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. ഇത് കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ് സാർ? PPE കിറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിനു പിന്നാലെ PPE കിറ്റ് വാങ്ങാൻ കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയുടെ കത്ത് പ്രതിപക്ഷം പുറത്തുവിട്ടു. 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്നറിയിച്ച് അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി സർക്കാരിന് നൽകിയ കത്താണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുറത്തുവിട്ടത്. 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1,550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. കോവിഡ് കാലത്തു നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണോ എന്ന് BJP നേതാവ് V മുരളീധരൻ. PPE കിറ്റ് വാങ്ങിയതിൽ 10 കോടി രൂപ ഒരു കമ്പനിക്ക് വെറുതെ നൽകിയതാണോ എന്നും V മുരളീധരൻ ചോദിച്ചു. കേരളത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ CBIയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി സന്നദ്ധനാണോ? CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് വിജിലൻസിനു പരാതി നൽകി. 10 കോടി 23 ലക്ഷം രൂപയുടെ അധിക ബാധ്യത പൊതുഖജനാവിന് ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർക്കാണ് പരാതി നൽകിയത്. CAG റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് CPIM പ്രതിരോധിക്കുന്നു. നിയമസഭാ സമ്മേളന കാലമായതിനാൽ സർക്കാരിനെതിരെ വീണു കിട്ടിയ ആയുധമായി PPE കിറ്റ് ക്രമക്കേടിനെ മാറ്റുകയാണ് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.